നിലവിലെ ജലവകുപ്പ് മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിനുമായി പ്രത്യേകം ചർച്ച, രഹസ്യ കൂടിക്കാഴ്ച നടത്താൻ UDF നേതാക്കൾ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് ചില നീക്കുപോക്കുകൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് റോഷി അഗസ്റ്റിൻ രഹസ്യമായി ചില യോഗങ്ങൾ ചേർന്നിരിക്കുന്നു. മാണി കോൺഗ്രസിനെ പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. UDFിലേക്ക് തിരിച്ച് റോഷി വരാൻ വേണ്ടിയും നിലവിൽ റോഷിയോടൊപ്പം ചേരുന്ന അണികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉറപ്പിക്കുകയാണ്. ജോസ് കെ മാണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന അണികൾ തീരെ കുറവായി കഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ കേരള കോൺഗ്രസ് എം ശക്തമായി പ്രവർത്തിച്ച മേഖല എന്ന് പറയുന്നത് കോട്ടയമാണ്. അത് കഴിഞ്ഞാൽ ഇടുക്കിയിലെ മേഖലയിൽ ഒരു ഉരുമ്പേരും ഉണ്ടാക്കിയെടുത്തത് റോഷി അഗസ്റ്റിൻ്റെ കഴിവ് തന്നെയാണ്. 2001 മുതൽ തുടർച്ചയായി 25 കൊല്ലം പൂർത്തീകരിക്കുന്ന വേളയാണ് 2025 റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അത്രയേറെ ജനകീയനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന റോഷി അഗസ്റ്റിനെ ഒരു രീതിയിലും ജോസ് കെ മാണിക്ക് തള്ളിപ്പറയാൻ കഴിയില്ല. എന്നാൽ ജോസ് കെ മാണിക്ക് കേരളത്തിൽ ഒരു ഊരും അഡ്രസ്സില്ല. കേവലം CPIM കൊടുക്കുന്ന ഔദാര്യത്തിൻ്റെ പേരിൽ MP ആയി ഞെളിഞ്ഞ് രാജ്യസഭയിൽ വിലസാമെന്നുള്ളതല്ലാതെ ജോസ് കെ മാണിക്ക് കേരളത്തിൽ ആരും ഒരു വിലയും കൊടുത്തിട്ടില്ല. സ്വന്തം ജന്മനാടായ പാലായിൽ ജനങ്ങൾ തൂത്തു തുടച്ച് കളയുകയും 16,000 വോട്ടിന് മാണി സി കാപ്പൻ വിജയിക്കുകയും ചെയ്തതോടെ ജോസ് കെ മാണിക്ക് കേരള നിയമസഭയിൽ കുളിരു കൊള്ളാൻ കഴിയില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞ ഒരു സാഹചര്യമാണ്. ഇവിടെയാണ് പുതിയ ഒരു ഇക്വേഷനിലേക്ക് UDF നേതാക്കൾ എത്തുന്നത്. റോഷിയെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്നത് റോഷിക്ക് വളരെ പ്രാധാന്യമാണ്. മന്ത്രിസ്ഥാനം ലഭിച്ചില്ലെങ്കിലും ഇടുക്കി MLA ആയി തുടരുക എന്നത് റോഷിയുടെ ആഗ്രഹം തന്നെയാണ്. അത് നിലനിർത്താൻ വേണ്ടി റോഷി ഏത് രീതിയിലുള്ള മാറ്റത്തിനും തയ്യാറായി നിൽക്കുകയാണ്. ചരൽക്കുന്നിൽ വെച്ച് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ KM മാണി ചെയർമാനായ സമിതി UDFിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് എമ്മിനെ പ്രത്യേകമായി ബ്ലോക്കായി നിർത്തണം എന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ, അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതും അത്തരത്തിൽ ഒരു നാടകീയ നീക്കം ഉണ്ടായതും. പിന്നീട് നമുക്കറിയാം ജോസ് കെ മാണിയും അതുപോലെ PJ ജോസഫും തമ്മിൽ ഒരു വലിയ നിയമ പോരാട്ടം തന്നെ നടന്നു. അധികാരത്തിന് വേണ്ടി, ചിഹ്നത്തിന് വേണ്ടിയൊക്കെ. അതിൽ താൽക്കാലികമായി ജോസ് കെ മാണി ജയിച്ചെങ്കിലും ആത്യന്തികമായി ഇടുക്കിയിലും കോട്ടയത്തും മിന്നുന്ന വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഉണ്ടാക്കാൻ PJ ജോസഫിന് കഴിഞ്ഞു. ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസിൻ്റെ വിജയത്തിൻ്റെ തിളക്കം പോലും ഒരു പരിധിവരെ ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടി കരുത്ത് തന്നെയാണ് എന്നുള്ളത് കോൺഗ്രസും സമ്മതിച്ച കാര്യമാണ്. ഇവിടെയാണ് റോഷി അഗസ്റ്റിൻ പുതിയ നീക്കങ്ങൾ നടത്തുന്നത്. പിണറായി വിജയനുമായുള്ള കൂട്ട് കച്ചവടം തനിക്ക് അഭികാമ്യമല്ല എന്ന് റോഷിക്ക് നന്നായി അറിയാമെങ്കിലും മന്ത്രിസ്ഥാനവും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ ആനുകൂല്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ പേരിലാണ് റോഷി ഇതുവരെയും രാജിവെക്കാതിരിക്കുന്നത്. കാലാവധി കഴിയുമ്പോൾ റോഷി LDF വിടും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. മധ്യ തിരുവിതാംകൂർ രാഷ്ട്രീയം നിർണ്ണയിക്കുന്നത് ഒരു പരിധിവരെ മോൻസ് ജോസഫും റോഷിയും ഒക്കെ ചേർന്ന് തന്നെ ആയിരിക്കുമെന്ന് വിലയിരുത്തുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പുതിയ രാഷ്ട്രീയ സഖ്യ നീക്കത്തിൽ റോഷിയുടെ പുതിയ നീക്കങ്ങൾ വൻ വിജയകരമാക്കാൻ UDFും വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്.